ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 അതിലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് ആ സ്റ്റോറി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്റ്റോറിയുടെ പേരാണ് ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ആരാണ് കൈറ്റ് പറത്തുന്നത്? ഹാവ് യു എവർ ട്രൈഡ് ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൈറ്റ് പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്താണ് കൈറ്റിനെ പറക്കാൻ സഹായിക്കുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ് കാറ്റാണോ? ഓർ ദ വിങ്സ് അതിൻ്റെ ചിറകുകളാണോ? ഓർ ഇത് സ്ട്രിങ് അതിൻ്റെ പട്ടത്തിൻ്റെ നൂലാണോ? ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ് അല്ലെങ്കിൽ ആ പട്ടം പറത്തുന്ന ആളാണോ സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. സ്റ്റോറി വായിച്ചിട്ട് ആരാണ് പട്ടം പറത്തുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. On a pleasant day, the mayor of the town strolled through the park. ഒരു പ്രസന്നമായ ദിവസം മേയർ ടൗണിന്റെ പാർക്കിന്റെ സൈഡിലൂടെ മെല്ലെ നടന്നു പോകുകയായിരുന്നു. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. പെട്ടെന്ന് ഇയാളുടെ കണ്ണ് വിടർന്നുപോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോയ് ഒരു കളർഫുൾ ആയിട്ടുള്ള വലിയൊരു കൈറ്റ് പറത്തുകയായിരുന്നു. ഓക്കെ, ഇത് കൈറ്റ് സോർഡ് ഹൈ. കൈറ്റ് ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറക്കുകയായിരുന്നു. ഡാൻസിങ് ഇൻ ദ ബ്രീസ്. കാറ്റിലൂടെ അത് ഡാൻസ് കളിക്കുകയായിരുന്നു. വാവ്, ഹൂ മേഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ആരാണ് ഈ കൈറ്റിനെ ഇത്രയും മേലെ ഇരുന്ന് പറക്കാൻ സഹായിക്കുന്നത്? ദ മേയർ വാസ് ക്യൂരിയസ്. മേയർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഇതാരാണ് ഈ കൈറ്റിനെ ഇങ്ങനെ ഇത്രയും ആകാശത്തിന്റെ മേലെ പറത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സ് നോക്കാം. പ്ലസന്റ്. പ്ലസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയബിൾ, പ്രസന്നമായ. സ്ട്രോൾഡ്, വാക്ക് സ്ലോലി, ലാത്തുക, മെല്ലെ നടക്കുക. സോർഡ്, ഫ്ലൈ ഹൈ ഇൻ ദ എയർ, എയറിൽ മേലേക്ക് പറത്താൻ വിടുക, അതാണ് പറക്കുവാൻ. ഓക്കെ, ക്യൂരിയസ്, ലേണിംഗ് സംതിങ്, ജിജ്ഞാസുവായ. ഓക്കെ, ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. ആ കുഞ്ഞു ബോയ് സെൽഫ് റെസ്പെക്റ്റോടുകൂടി റിപ്ലൈ കൊടുത്തു. ഐ ഡിഡ് മിസ്റ്റർ മേയർ. ഞാനാണ് ഈ പട്ടം പറത്തുന്നത്. ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്. ഞാൻ തന്നെയാണ് ഈ കൈറ്റ് ഉണ്ടാക്കിയത്. ഐ പെയിന്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാൻ തന്നെയാണ് ഈ പട്ടത്തിന് കളർ കൊടുത്തതും ഞാൻ തന്നെയാണ് ഈ പട്ടത്തിനെ പറപ്പിക്കുന്നതും. ഓക്കെ, ദെൻ ദ വിൻഡ് വിസ്പേർഡ് സ്ലോലി, നോ ഇറ്റ്സ് മീ. അപ്പം കാറ്റ് അവിടെ നിന്ന് മെല്ലെ വിസ്പർ ചെയ്തു, മെല്ലെ പറഞ്ഞു, ഇല്ല, ഞാനാണ് ഈ പട്ടത്തിനെ പറക്കാൻ സഹായിക്കുന്നത്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് സോ ഹൈ ഇൻ ടു ദ സ്കൈ. ഞാനാണ് ഈ പട്ടത്തിനെ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്നത്. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്. ഞാനില്ലെങ്കിൽ ആ പട്ടം നിലത്തേക്ക് വീഴും. ഓക്കെ, ഇവിടെയുള്ള ന്യൂ വേർഡ്സ് നോക്കാം. പ്രൈഡ്, സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ അഭിമാനം. വിസ്പർ, സ്പീക്ക് സോഫ്റ്റ്ലി വിത്ത് എ ലിറ്റിൽ ഓർ നോ വൈബ്രേഷൻ. മന്ത്രിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. The kite's tail fluttered and said, wait, I keep the kite steady. കൈറ്റിന്റെ ടെയിൽ ഭാഗം പറഞ്ഞു, ഞാനാണ് അതിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനാണ് ആ കൈറ്റിനെ നേരെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കൈറ്റിന്റെ ടെയിൽ പറഞ്ഞു. കൈറ്റിന്റെ ഭാഗം പറഞ്ഞു. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. നൂലില്ലെങ്കിൽ പട്ടം നിലത്ത് വീണ് പൊട്ടിപ്പോവുമെന്ന് പറഞ്ഞു. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രിവൺ.
The string looked at everyone and said, "Without me, how will a kite fly?" പട്ടത്തിന്റെ നൂല് പറഞ്ഞു. നൂല് എന്ന് പറഞ്ഞാൽ നീളമുള്ള നൂലാണ്. നമ്മൾ കയ്യിൽ പിടിച്ച് പറത്തുന്ന ആ നൂല് പറഞ്ഞു, "Without me, how will a kite fly?" ഞാനില്ലെങ്കിൽ കൈറ്റ് എങ്ങനെയാ പറക്കുന്നത്? "I make it soar high." ഞാനാണ് അതിനെ ആകാശത്തോളം എത്തിക്കുന്നത്. "I guide it as it moves through the sky." ഞാൻ ഈ നൂലാണ് ഈ ആകാശത്ത് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? പട്ടത്തിന്റെ നൂല് പറഞ്ഞു. The mayor listened carefully to everyone. മേയർ എല്ലാവരോടും ശ്രദ്ധയോടെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിന്നു. He asked thoughtfully, "So, who really flies the kite?" കുറച്ചു നേരം എല്ലാവരും പറയുന്നത് കേട്ടിട്ട് മേയർ അവരോട് ചോദിച്ചു, അപ്പം ശരിക്കും ആരാണ് കൈറ്റിനെ പറക്കാൻ സഹായിക്കുന്നത് എന്ന് ഇവരെല്ലാവരോടും മേയർ ചോദിച്ചു. They all paused to think. അപ്പം അവർ കുറച്ചു നേരം അവർ ചിന്തിക്കുന്നത് നിർത്തിവെച്ചു. Then the boy said gently. ബോയ് അപ്പം മെല്ലെ പറഞ്ഞു, "We all do it." ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. The kite flies because of our effort. ഞങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ട് ഉള്ളത് കൊണ്ടാണ് കൈറ്റ് പറക്കുന്നതെന്ന് ബോയ് പറഞ്ഞു. The wind agreed and the tail nodded too. കാറ്റും സമ്മതിച്ചു, അതേപോലെ പട്ടത്തിന്റെ ടെയിലും തലകുലുക്കി. The string also smiled and agreed. പട്ടത്തിന്റെ നൂലും ചിരിച്ചുകൊണ്ട് ആ കാര്യം സമ്മതിച്ചു. The kite started dancing in the air. അപ്പം പട്ടം ആകാശത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. The mayor smiled warmly. മേയർ മെല്ലെ ചിരിച്ചു. "You are right. Together you make the kite fly beautifully." നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പട്ടത്തിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. This kite is a symbol of unity. കൈറ്റ് എന്തിന്റെ സിമ്പിളാണ്? ഒരുമ, യൂണിറ്റിയുടെ സിമ്പിളാണ്. If we worked together, we can achieve anything. നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും സാധിക്കാൻ പറ്റും. Everyone smiled. എല്ലാവരും ചിരിച്ചു. Together we fly the kite. നമ്മളെല്ലാവരും കൂടിയാണ് കൈറ്റിനെ പറക്കാൻ സഹായിക്കുന്നത്. They shouted cheerfully. അവർ ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. Together we fly the kite. The kite continued to soar high in the sky. അതിനുശേഷം കൈറ്റ് ആകാശത്തിന്റെ മേലേക്ക് ഉയർന്നു പറക്കാൻ തുടങ്ങി. ഇത് എഴുതിയത് ഓഥറിന്റെ പേര് മൈക്കൽ റോഗർ. ഇനി നമുക്ക് ആക്ടിവിറ്റി സെക്ഷനിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1. Here are the events of the story. Who flies the kite? ആരാണ് ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറിയിൽ ഓരോരോ ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. Who flies the kite? They are in jumbled manner. അപ്പോൾ അവർ കറക്റ്റ് സ്റ്റോറി അല്ല കൊടുത്തിരിക്കുന്നത്, മേലുള്ളത് താഴെയും താഴെയുള്ളത് മേലെയും അങ്ങനെ ജംബിൾഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. അതിനെ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. The boy said, "I made this kite and I fly it." ഓക്കെ, അതാണോ സ്റ്റാർട്ടിങ്? അല്ല, സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് അതല്ലല്ലോ. They all smiled and agreed. The kite flies because we worked together as a team. Next, the kite's tail said, "I keep the kite steady in air." Next, the wind softly whispered, "I lift the kite high." Next, the mayor saw a boy flying a bright and colorful kite in the park. അപ്പോൾ ഇത് ജംബിൾഡ് സിറ്റുവേഷനിൽ നിന്ന് കറക്റ്റ് ഓർഡറിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്റ്റോറി ഒരു 2-3 ടൈംസ് തറലി വായിക്കണം. അപ്പോൾ കൂട്ടുകാർ ഈ സ്റ്റോറി 2-3 ടൈംസ് വായിച്ചു കഴിഞ്ഞിട്ട് ഈ ആക്ടിവിറ്റി 1 ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് അറിയാം. The mayor saw a boy flying a bright and colorful kite in the park. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ വരിക.
Then the boy said, I made this kite and I fly it. Okay. Second, then the wind softly whispered, I lift the kite high. Okay. Next, the kite's tail said, I keep the kite steady in the air. Next, they all smiled and agreed the kite flies because we work together as a team. Okay, അപ്പോൾ ജംബിൾഡ് ആയത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ സ്റ്റോറി 2-3 ടൈംസ് വായിക്കണം. ഓക്കെ. നെക്സ്റ്റ്, പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കാൻ. സം ഓഫ് ദ ഇവന്റ്സ് ആർ ഗിവൺ. ചിലതിൽ ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ ഇവന്റ്സ് ഇൻ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ് wherever necessary. Give a suitable title. അപ്പം ചിലതിൽ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിക്ചർ ഇവന്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇവന്റ് കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പം പിക്ചർ ഇല്ലാത്തടത്ത് പിക്ചർ കൊടുക്കണം, ഇവന്റ് ഇല്ലാത്തടത്ത് ഇവന്റ് കൊടുക്കണം. ഓക്കെ. ഫസ്റ്റ് എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. റെനി വാസ് ഫൗണ്ട് ഓഫ് പ്ലാന്റ്സ്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. അപ്പം റെനിക്ക് ചെടികളോട് താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ, ചെടിയുടെ തൈ. ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർച്ചാർഡ്. അപ്പം അവൻ എന്ത് ഡിസൈഡ് ചെയ്തു? ആ കിട്ടിയ ചെടീനെ അവൻ്റെ ഗാർഡൻ അല്ലെങ്കിൽ ഓർച്ചാർഡിൽ നടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം സെക്കൻഡ് പിക്ചറിൽ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇത് നമ്മൾ എഴുതണം. റെനി എന്താണ് ചെയ്തിരിക്കുന്നത്? കിട്ടിയ ചെടി നടുവാണ് ചെയ്തേക്കുന്നത്. Reni planted the sapling in the soil and watered daily. Okay. Next one. ഇവിടെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇവന്റ്സ് എഴുതണം. ഓക്കെ. ഈ പിക്ചർ നോക്കിയാൽ കാണാം റെനി എന്ത് ചെയ്യുന്നുണ്ട്? ആ നട്ട ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുരങ്ങൻ ബക്കറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട്. കുറുക്കനും മുയലും ജിറാഫും ബേർഡ്സ് എല്ലാം ഇതിനെ റെനി എന്താണ് ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. റെനി വാട്ടർഡ് ദ പ്ലാന്റ് ആൻഡ് ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ സ്ലോലി. റെനി ദിവസവും അതിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കാരണം ആ പ്ലാന്റ് സ്ലോലി ഗ്രോ ചെയ്യാൻ തുടങ്ങി. മെനി ആനിമൽസ് ലൈക്ക് റാബിറ്റ്, ഫോക്സ്, മങ്കി, ബേർഡ്സ് ആൻഡ് ജിറാഫ് വാച്ച് റെനി വാട്ടറിങ് ദ പ്ലാന്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആനിമൽസും റെനി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പിക്ചറിൽ നമുക്ക് കാണാം റെനി വെള്ളം ഒഴിക്കുന്നുണ്ട്, മാൻകുട്ടി വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട്, കുറുക്കൻ കൈക്കോട്ട് കൊണ്ട് വന്നിട്ട് ചെടിക്ക് വേണ്ട മണ്ണിടാൻ വേണ്ടിയിട്ട് കൈക്കോട്ട് കൊണ്ടുവരുന്നുണ്ട്. കുറുക്കൻ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ടുണ്ട്. പിന്നെ റാബിറ്റ് ചെടി ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജിറാഫും ബേർഡ്സും ഇവിടെ നിന്നെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇവന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇംഗ്ലീഷിൽ എഴുതണം. ആനിമൽസ് സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് റെനി. ഇവിടെയുള്ള ആനിമൽസ് എല്ലാവരും റെനീനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. റാബിറ്റ് ട്രിംഡ് ദ പ്ലാന്റ്. റാബിറ്റ് ആ പ്ലാന്റിനെ, വളർന്നു വരുന്ന പ്ലാന്റിനെ ട്രിം ചെയ്ത് നിർത്തുന്നുണ്ട്, വെട്ടി നിർത്തുന്നുണ്ട്. ഡിയർ ആൻഡ് മങ്കി ബ്രോഡ് വാട്ടർ. അവർ രണ്ടുപേരും വെള്ളം നനയ്ക്കാൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ഫോക്സ് ബ്രോഡ് സ്പേഡ്. കൈക്കോട്ടിന് ഇംഗ്ലീഷാണ് സ്പേഡ്. ഈ സ്പേഡ് കൊണ്ടുവരുന്നുണ്ട് മണ്ണിടാൻ വേണ്ടി. ജിറാഫ് ആൻഡ് ബേർഡ്സ് വാസ് വാച്ചിങ് ദം. ഈ ചെയ്യുന്നതെല്ലാം ജിറാഫും ബേർഡും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇവന്റ് എഴുതണം. അപ്പം ഇതിൽ നമുക്ക് കാണാം റെനിയും ബാക്കിയുള്ള ആനിമൽസ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ പ്ലാന്റിനെ സന്തോഷത്തോടെ വളർത്തിയെടുക്കുകയാണ്. അപ്പം അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. ദ പ്ലാന്റ് ഗ്രൂ ഇൻടു ബ്യൂട്ടിഫുൾ ട്രീ. ഈ പ്ലാന്റ് ഒരു ട്രീ ആയി മാറുന്നുണ്ട്. ന്യൂ ഫ്ലവേഴ്സ് ബ്ലൂംഡ് ഇൻ ഇറ്റ്. അതിൻ്റെ ഉള്ളിൽ പുതിയ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് ഒക്കെ വരാൻ തുടങ്ങി. ദ ആനിമൽസ് ലവ് ടു പ്ലേ അറൗണ്ട് ഇറ്റ്. അപ്പോൾ ഈ ആനിമൽസ് എല്ലാം ഈ റെനി ഇതിനെ വെള്ളം ഒഴിക്കുമ്പോഴും അതിനെ പരിചരിക്കുമ്പോഴും എല്ലാവരും അടുത്ത് നിന്ന് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ദേ ഓൾ ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. ഇവരെല്ലാവരും ഗുഡ് ഫ്രണ്ട്സ് ആയിട്ട് മാറി. ഓക്കെ. അപ്പം ഇവിടെ ഇവന്റ് കൊടുത്തിട്ടില്ല, ഇവിടെ പിക്ചർ കൊടുത്തിട്ടില്ല, ഇവൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവൻ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. വൺ ഡേ എ മംഗൂസ് കെയിം ദെയർ. ഇറ്റ് ബിഗാൻ ടു മേക്ക് എ ബറോ അണ്ടർ ദ ട്രീ. ഓക്കെ. അപ്പം ഒരു മംഗൂസ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ ചെടീൻ്റെ അടിയിൽ വന്നു.
വന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു കുഴി മാളം, അതിന് താമസിക്കാൻ വേണ്ടി മാളം ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇത് ആര് വാച്ച് ചെയ്യുന്നുണ്ടോ? ഇത് മങ്കി സോ ഇറ്റ്, മങ്കി ഇത് കണ്ടു. ഹി ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്, അപ്പം മങ്കി ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് ഇത് ഇൻഫോം ചെയ്തു. ഓക്കെ, അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതനുസരിച്ച് ചിത്രം വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവന്റ് കൊടുത്തിട്ടുണ്ട്, ചിത്രം തന്നിട്ടില്ല. ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രൂ ദ മങ്കി എവേ. അപ്പം ഇവർക്ക് മനസ്സിലായി ആ മങ്കൂസ് അവിടെ മാളം ഉണ്ടാക്കുവാണെങ്കിൽ ആ ചെടി നശിഞ്ഞു പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ബാക്കി എല്ലാ ആനിമൽസും കൂടെ ഈ മങ്കൂസിനെ ഓടിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതേപോലത്തെ ഒരു പിക്ചർ നിങ്ങൾ കൂട്ടുകാർ വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, നമ്മൾ ഇവന്റ് എഴുതണം. ഇവിടെ നമുക്ക് കാണാം ഈ മരത്തിൽ പൂവിട്ടു, പിന്നെ അത് കായ്ഫലമായി, അതിൽ ബേർഡ്സ് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, ജിറാഫ് കഴിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ റാബിറ്റ്, എല്ലാവരും ഫ്രൂട്ട്സ് എൻജോയ് ചെയ്ത് ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതാം. ഓൾ ദ ആനിമൽസ് ഗ്യാതേർഡ് ടുഗെദർ വിത്ത് റെനി. ഓക്കെ, എല്ലാ ആനിമൽസ് ഇവിടെ ഉണ്ട്. They knew the burrow would harm the tree's root, so they worked together to drive the mongoose away. അപ്പം ഇവർക്ക് അറിയായിരുന്നു ആ മങ്കൂസ് ഉണ്ടെങ്കിൽ ഈ ട്രീൻ്റെ വേരുകൾ നശിഞ്ഞ് ഈ ട്രീ നശിഞ്ഞു പോകുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ആ മങ്കൂസിനെ ഓടിച്ചു വിട്ടു. ആൻഡ് ദേ വർ ഹാപ്പിലി എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഫ്രം ദ ട്രീ. അവർ സന്തോഷത്തോടെ അവർ നട്ട ചെടിയിൽ നിന്ന് കിട്ടിയ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, kites, പട്ടം. മേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈറ്റ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കും വീട്ടിൽ ഇങ്ങനെ പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും, കൈറ്റ് ഉണ്ടാക്കുന്ന പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ കൈറ്റ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. റൈറ്റ് മെസ്സേജ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. അപ്പം യൂണിറ്റി ആൻഡ് ടീം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോവേർബ്സോ അങ്ങനെ എന്തെങ്കിലും കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ കൈറ്റിൽ എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ഒരു കൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ കൊച്ച് എഴുതിയിരിക്കുന്നത് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നാണ്. ഇവിടെ എക്സാമ്പിളും യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. അത് സ്കൂളുകാർ കണ്ടക്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ക്രാഫ്റ്റ് കോർണർ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സുകളിലേക്ക് നോക്കുക. ഇത് ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഇവിടെ നോക്കിയാൽ കാണാം, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇവിടെ ഓരോ ടൈപ്പ് ഓഫ് ആൻസിനെയും ഉണ്ടാക്കിയിരിക്കുന്നത്. പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്, ക്ലേ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല മെറ്റീരിയലിൽ വെച്ചിട്ട് ആൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലെറ്റ്സ് മേക്ക് അവർ ഓൺ ആൻസ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ആൻസിനെ ഉണ്ടാക്കാനാണ് പറയുന്നത്. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻസ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ആൻസിനെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത് ക്ലേ. കളിമണ്ണ് കൊണ്ടാണ് ഞാൻ എൻ്റെ ആൻസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് വെച്ചുണ്ടാക്കാം, കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കാം, എന്തെങ്കിലും മെറ്റീരിയൽ വെച്ച് നിങ്ങൾക്ക് ആൻസിനെ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ എന്ത് മെറ്റീരിയലാണോ യൂസ് ചെയ്തേക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ പേര് ഇവിടെ എഴുതാം. ഇറ്റ്സ് കളർ ഈസ് ബ്ലാക്ക്. ഞാൻ ആ ക്ലേ വെച്ചുണ്ടാക്കിയ ആൻഡിന് ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ നെയിം ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ്, മൈ ആൻഡ് ഹാസ് ഡാഷ് ലെഗ്സ്. എത്ര ലെഗ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡിന് 6 ലെഗ് ഉണ്ട്, 6 ലെഗ്സ്. ഐ നെയിംഡ് മൈ ആൻഡ് ഡാഷ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡിന് ഇഷ്ടമുള്ള പേരിടാം. ഞാനൊരു എക്സാമ്പിളിന് പൂക്കി എന്നാണ് ഇവിടെ പേരിട്ടേക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് എറ്റ് ദ ഡാഷ്. ഇവിടെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ, ഫോറസ്റ്റ്, പ്ലേ ഗ്രൗണ്ട്. ഇതിൽ എവിടെ വെക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഞാനിവിടെ ഗാർഡൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് പഠിക്കണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
Okay, thank you so much.